കൃത്യം നടത്തിയ 6 ആളുകളുണ്ട്. അവരെ ഇന്ന് വരെ പിടിച്ചില്ല. അവരുടെ ഇന്നോവക്കാർ കൊലപാതകം നടത്തിയവരുടെ ഇന്നോവക്കാർ വടകര CPM-ന്റെ അധീനതയിലുള്ള അഴകൻ ആശുപത്രിയിലാണ് കൊണ്ടിട്ടത്. അതുപോലെ തന്നെ ഷിബിൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തക ഒരു 18 വയസ്സുകാരനെ അവിടെ കൊല ചെയ്യപ്പെട്ടപ്പോ കോടതി വെറുതെ വിട്ടതാണ് അസ്ലമിനെ. ആ കേസിൽ അസ്ലം പ്രതിയായിരുന്നു. പക്ഷേ കോടതി വിട്ടാലും പാർട്ടി കോടതി വെറുതെ വിടില്ല എന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചാത്തു പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ചതല്ല. അതിന്റെ ഫലമായി പാർട്ടി കോടതിയാണ് അസ്ലമിന്റെ കൊലപാതകം പട്ടാപ്പകലാണ് നടത്തിയത്. അതുകൊണ്ട് ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. സർ, പിടിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? അതല്ല പ്രതികൾക്ക് നിലപാടാണ് ഗവൺമെന്റിന്റേത്? ഇതാണ് അറിയേണ്ടത്. ചോദ്യം ചോദിക്കട്ടെ സർ. ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം. ചോദ്യോത്തര വേളയിൽ പ്രസ്താവനയ്ക്ക് പറ്റുമോ? പ്രസ്താവന ശരിയാണോ? സർ യെസ്. ഇവിടെ 6 പേരെ അറസ്റ്റ് ചെയ്തു എന്നത് അങ്ങ് തന്നെ അംഗീകരിക്കുന്നുണ്ട്. ബാക്കി ചിലരെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നത് വസ്തുതയാണ്. അത് ഞാൻ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതാണ്. ഇനി 8 പേരാണ് അറസ്റ്റിലാവാനുള്ളത്. തിരിച്ചറിഞ്ഞതിൽ 2 പേരുണ്ട്. തിരിച്ചറിയാൻ തന്നെ 6 പേർ ബാക്കിയാണ്. ആ തരത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാരൊക്കെയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആശങ്കയും വേണ്ട. പ്രതികളെ ആകെ പിടികൂടാൻ പോലീസിന് കഴിയുക തന്നെ ചെയ്യും. ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.